ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായി പഴുത്ത 5 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ചെറിയ നാടൻ നേന്ത്രപ്പഴം ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തത്. വലിയ നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത 2 എണ്ണോ 3 എണ്ണോ എടുത്താൽ മതി. ആ ഒരു കണക്കിനുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. അടുത്തതായി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തതും ഒരു പച്ചമുളക് 2ആയി കട്ട് ചെയ്തതും ഒരു നുള്ള് ചെറിയ ജീരകവുമാണ്. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതെല്ലാം അരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പലഹാരം നല്ല മധുരമുള്ള ചെറുതായിട്ടൊരു എരിവൊക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. കുറച്ചുകൂടി എരിവ് മുന്തി നിൽക്കണം എന്നുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനായി ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഈ ഒരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അരച്ചെടുത്ത ഈ ഒരു മിക്സിന്റെ പരുവം കണ്ടില്ലേ? ഇതാണ് നമ്മുടെ മിക്സിന്റെ പരുവം. ഈ ഒരു കട്ടിക്കാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 250 ഗ്രാം കപ്പിന്റെ അളവിൽ 1.5 കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഗോതമ്പ് മാവിൽ മാത്രമല്ല മൈദാ മാവിലും വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് മാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മധുരത്തിന്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഒരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 150 ഗ്രാം ശർക്കര 250 ഗ്രാം കപ്പിന്റെ അളവിലുള്ള വെള്ളത്തിന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഉരുക്കിയെടുത്ത് ശർക്കര അരിപ്പയിൽ അരിച്ച് കരടെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കയ്യിലുകൊണ്ട് കോരി എടുക്കുമ്പം ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. ഇത് കണ്ടില്ലേ? ഇതാണ് കറക്റ്റ് പരുവം. ഇപ്പം നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഷേപ്പ് കിട്ടില്ല. ഈ മാവിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞുകൊണ്ട് അകം വേവുകയില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. തീ കുറച്ച് വെച്ചിരിക്കുന്ന കാരണം ഇത് പെട്ടെന്നൊന്നും വെന്ത് കിട്ടത്തില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അങ്ങനെ വേവിച്ചെടുക്കുമ്പോഴേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ഭാഗവും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇത് 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കും ഇഷ്ടമാവും. ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകം ഇരിക്കുന്നതെന്നുള്ളത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞ് പോലത്തെ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.